പൊതിച്ചോർ ശേഖരിക്കാനെത്തിയ ഡിവൈഎഫ്ഐ നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. മുൻ DCC അംഗത്തിനെതിരെയാണ് കണ്ണവം പോലീസ് കേസെടുത്തത്. ആശുപത്രികളിൽ നൽകാനുള്ള പൊതിച്ചോർ ശേഖരിക്കുന്നത് തടയാൻ ശ്രമിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കണ്ണവത്ത് ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോർ ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് മുൻ DCC അംഗമായ പ്രഭാകരൻ തടയാൻ ശ്രമിച്ചത്. ചിറുവാഞ്ചേരി കണ്ണവം വെങ്ങളത്ത് ഗാദി ബോർഡ് പരിസരത്താണ് പൊതിച്ചോർ ശേഖരിക്കുന്നത് തടയാനുള്ള ശ്രമമുണ്ടായത്. ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായ ശരത്തിനെയും യൂണിറ്റ് ഭാരവാഹി ലാലുവിനെയുമാണ് പ്രഭാകരൻ മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഡിവൈഎഫ്ഐയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണവം പോലീസ് പ്രഭാകരനെതിരെ കേസെടുത്തത്. പൊതിച്ചോർ ശേഖരിക്കുന്നത് തടയാൻ ശ്രമിച്ചതിനും കൈകൊണ്ട് മർദ്ദിച്ചതിനുമാണ് കേസ്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്ന് കണ്ണവം ഇൻസ്പെക്ടർ ഉമേഷ് വ്യക്തമാക്കി. സംസ്ഥാനത്താകെ ദിവസേന 1.5 ലക്ഷത്തോളം പൊതിച്ചോർ ശേഖരിച്ചാണ് ഡിവൈഎഫ്ഐ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നത്. രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വർഷങ്ങളായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണയും ലഭിച്ചിരുന്നു. ഇത്തരമൊരു പദ്ധതിയെ മുൻ DCC അംഗം തടയാൻ ശ്രമിച്ചത് വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയും പ്രതിഷേധവുമായി രംഗത്തുവന്നു. അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട പദ്ധതിയാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം. ഇത്തരമൊരു മാതൃകാ പദ്ധതിക്ക് നേരെയുണ്ടായ അക്രമം അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.